ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം അപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്റ്റായ ഹൈപ്പർ കോൺജുഗേഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ? ഇതും എന്താണ്, ഒരു ജനറൽ സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ ആണ്. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഇതും ഒരു സ്റ്റെബിലൈസിങ് ഇൻട്രാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ ബാക്കി എന്താണ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റിന്റെ കേസ് നമ്മൾ പറഞ്ഞു എന്താണ്, പൈ ബോണ്ട് ഡീലോക്കലൈസേഷൻ ആയിരുന്നു പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഡീലോക്കലൈസേഷൻ ഓഫ് സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ട് ആണ്. ഇവിടെ എന്താണ്, സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് CH ബോണ്ടിന്റെ ഡീലോക്കലൈസേഷൻ മൂലമാണ് നമുക്ക് ഈ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഇപ്പം നമുക്കൊരു ബോണ്ടിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഹൈഡ്രജൻ CH ബോണ്ടിന്റെ ഡീലോക്കലൈസേഷൻ മൂലം ഉണ്ടാകുന്ന ഇഫക്റ്റ് ആണ് എന്ത്, ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അതായത് CH bond of an alkyl group directly attached to an atom of unsaturated system or to an atom with an unshared p orbital. The sigma electrons of CH bond of the alkyl group enter into partial conjugation with the attached unsaturated system or with the അൺഷെയ്ഡ് p ഓർബിറ്റൽസ്. അതായത് നമ്മളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഒരു എന്താണ്, ഒരു കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബാനയോൺ അല്ലെങ്കിൽ ഒരു അൺസാച്ചുറേറ്റഡ് സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ ഈ CH ബോണ്ടിൽ ഇലക്ട്രോൺസ് എന്തിൽ ഏർപ്പെടും, ഡീലോക്കലൈസേഷനിൽ ഏർപ്പെടും. ഇനി ഹൈപ്പർ കോൺജുഗേഷനും എന്താണ്, ഇറ്റ്സ് എ പെർമനന്റ് ഇഫക്റ്റ് ആണ്. ഇതും ഒരു പെർമനന്റ് ഇഫക്റ്റ് ആണ്. ഇത് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് ഈഥൈൽ കാറ്റയോൺ എടുക്കാം. ഈഥൈൽ കാറ്റയോൺ എന്ന് പറയുമ്പോൾ അറിയാം CH3 CH2 പ്ലസ് ആണ് അല്ലേ. ഇതിനകത്ത് ഒരു MdP ഓർബിറ്റൽസ് ഉണ്ട്. ഈ കാർബോകാറ്റയോൺ സൈഡിൽ എന്തുണ്ട്, കാർബണിന് പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിന് എന്തുണ്ട്, ഒരു MdP ഓർബിറ്റൽ ഉണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യും, തൊട്ടടുത്ത മീഥൈൽ ഗ്രൂപ്പിലെ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും. കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഈ പോസിറ്റീവ് ചാർജിനെ അവിടെ നള്ളിഫൈ ചെയ്യാൻ കഴിയില്ല. പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടാവും, റിമൂവ് ചെയ്യും അല്ലേ. അങ്ങനെ ആ ഒരു കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആകും. നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾക്ക് നോക്കൂ, ആദ്യം നമ്മളുടെ ഈഥൈൽ കാറ്റയോൺ ഇങ്ങനെയായിരുന്നു. ഈ ബോണ്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടാകും. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഡിസ്പേഴ്സ് ചെയ്യും അല്ലേ. പോസിറ്റീവ് ചാർജ് ഡിസ്പേഴ്സ് ചെയ്യും. അങ്ങനെ എത്ര ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും, 1 2 3. ഈ കാർബോകാറ്റയോണിനെ സംബന്ധിച്ച് അതിൻ്റെ ആൽഫ പൊസിഷനുള്ള ഈ കാർബണിന് എത്രയുണ്ട്, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പം 3 ഹൈഡ്രജൻ ആറ്റം ഉള്ളതിന് 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഇവിടെ ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു എ പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം കൂടുമ്പോൾ എന്തായിരിക്കും, ഗ്രേറ്റർ ഈസ് ദി ഹൈപ്പർ കോൺജുഗേഷൻ ഇൻട്രാക്ഷൻ ആയിരിക്കും. ഇവിടെ നമ്മളുടെ ഈ പോസിറ്റീവ് ചാർജ് വന്നിട്ടുള്ള കാർബണിൽ കൂടുതൽ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എന്ത് നടക്കും, കൂടുതൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇൻട്രാക്ഷനും ഉണ്ടാകും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാറ്റയോണെ, കാർബോകാറ്റയോണെ സ്റ്റെബിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കിനി വരുന്നുണ്ട് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നൊരു പോർഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു എന്താണ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലേ. ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ +R വരുന്നത് കൊണ്ടല്ലേ, +R ഗ്രൂപ്പ്സ് വരുന്നത് കൊണ്ട് അതെന്താകും, മോർ സ്റ്റേബിൾ ആകുന്നു എന്ന് പറഞ്ഞു. സോറി, +R അല്ല, +I ഇഫക്റ്റുകാർ വരുന്നത് കൊണ്ട്. +I ഇഫക്റ്റുകാരുടെ പ്രസൻസ് എന്താണ്, കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആകുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് പഠിച്ച നമ്മൾ ഇഫക്റ്റ് ആണ് എന്ത്, ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ. മോർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അടുത്തുള്ള കാർബണിൽ വരുമ്പോൾ എന്തായിരിക്കും, മോർ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുന്നു. അതുവഴി കാർബോകാറ്റയോൺ എന്താകും, മോർ സ്റ്റേബിൾ ആകും. അതിനൊരു എക്സാമ്പിൾ ആണ് വേണ്ട. എക്സാമ്പിൾ അതിന്റെ ഓർഡർ നിങ്ങൾക്ക് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കാർബോകാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ? നമ്മൾ പറഞ്ഞു ടെർഷ്യറി കാർബോകാറ്റയോൺ ആണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കറിയാം ടെർഷ്യറി കാർബോകാറ്റയോൺ, ഈ കാർബൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഈ കാർബൺ എടുത്താൽ ഇവിടെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട് അല്ലേ.
3 CH3 ഗ്രൂപ്പ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കൂ, ഓരോ CH3 ഗ്രൂപ്പിൽ നിന്നും 3 ഹൈഡ്രജൻ വെച്ച് അങ്ങനെ 3 എണ്ണം ആകുമ്പോൾ 9 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ എവിടെ വരുന്നു? 9 ഹൈഡ്രജൻ എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ കൊടുക്കുന്നുണ്ട് എന്ത് ഈ ഒരു കാർബണിന്. അതുകൊണ്ടാണ് ടെർഷ്യറി എന്താണ് കാർബോകാറ്റയോൺ മോർ സ്റ്റേബിൾ ആയത് ദാൻ സെക്കൻഡറി, ദാൻ പ്രൈമറി ആൻഡ് ദാൻ മീഥൈൽ. മീഥൈലാകുമ്പോൾ എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് ഇല്ല. പക്ഷേ ഈഥൈലാകുമ്പോൾ എത്രയാണ്? 3 ഹൈഡ്രജൻ ആണ് ഇവിടെ എഫക്റ്റ് വരുന്നത്. സെക്കൻഡറി ആകുമ്പോൾ എന്ത് വരും? 6 ഹൈഡ്രജൻ വരും. ടെർഷ്യറി ആകുമ്പോൾ 9 ഹൈഡ്രജൻ. അപ്പോൾ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ടു ദി ആ കാർബോകാറ്റയോണായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് വരുന്നു? ഹൈപ്പർ കോൺജുഗേഷൻ എഫക്റ്റ് കൂടുന്നു, സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോണും കൂടുന്നു. ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ് ആൽക്കൈൻ്റെ കേസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ആൽക്കീൻ്റെ കേസിലും ആൽക്കൈൽ അറീൻസിന്റെ കേസിലും നമുക്കിത് പോസിബിൾ ആണ്. ഇത് നമുക്ക് എന്താണ് ഒരു ആൽക്കീൻ്റെ കേസാണ് പറയുന്നത്. ഈ ആൽക്കീൻ്റെ കേസ് ഇതാണ് നമുക്കറിയാം. പി എന്താണ് ഓർബിറ്റൽസിന്റെ സൈഡ് വൈസ് ഓവർലാപ്പ് കൊണ്ടാണ് പൈ ബോൺസ് ഫോം ചെയ്യുന്നില്ലേ. ഇവിടുന്നും എന്താണ് ഈ ഹൈഡ്രജൻ ആറ്റം ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ. ആ രീതിയിൽ നമുക്ക് എന്താവാം ഈ ആൽക്കീൻസിനെയും സ്റ്റെബിലൈസ് ചെയ്യാൻ ആർക്ക് കഴിയും? ഹൈപ്പർ കോൺജുഗേഷന് കഴിയും. ഇനി നമുക്കറിയാം ദേണ്ട ഈ ഒരു അയോണിക് ക്യാരക്ടർ ഇവിടെ കാണിച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ആൽക്കീൻ ആണ് അല്ലേ. ഈ ആൽക്കീനകത്തെ തൊട്ടടുത്ത എന്താണ് തൊട്ടടുത്ത കാർബണിലെ ഈ ഒരു ഹൈഡ്രജന്റെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് ഇലക്ട്രോൺസ് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ് ഒരു കാർബാനിയോൺ ഇവിടെ ഫോം ചെയ്തു അല്ലേ. പിന്നീട് എന്താണ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാൻ എന്താണ് ഈ ഹൈഡ്രജൻ ആറ്റവും ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹൈഡ്രജൻ ആറ്റവും ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ വരയ്ക്കാം. അങ്ങനെ നമുക്ക് ആൽക്കീൻസിന്റെ കേസിൽ എന്താകാം? ഹൈപ്പർ കോൺജുഗേഷൻ സ്റ്റെബിലിറ്റി കൂട്ടുന്നുണ്ട്. The hyperconjugation may also be regarded as non-bond resonance. Non-bond ഇത് റെസൊണൻസ് അല്ല, നോ ബോണ്ട് റെസൊണൻസ് എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റിന്റെ മറ്റൊരു പേരാണ് എന്ത്? നോ ബോണ്ട് റെസൊണൻസ്. നോ ബോണ്ട് കാരണം ഇവിടെ നോക്കൂ, ഈ ഹൈഡ്രജനും CH തമ്മിലുള്ള ബോണ്ട് എന്താണ്? അവിടെ ബോണ്ട് ഇല്ലാതാവുകയാണ് അല്ലേ. അതിനുശേഷമാണ് ഇലക്ട്രോൺസിന്റെ ഷിഫ്റ്റ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ നോ ബോണ്ട് റെസൊണൻസ് എന്നും പറയാൻ കാരണം. ഇനി എന്തൊക്കെയാണ് കോൺസിക്വൻസസ്, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഹൈപ്പർ കോൺജുഗേഷൻ കൊണ്ട് ഉണ്ടാവുക? ഫസ്റ്റ് വൺ, സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ്. സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. അതായത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുമ്പോൾ ഡബിൾ ബോണ്ടിലുള്ള കാർബണിനോട് ചേർന്ന് ഹൈഡ്രജൻ ഉള്ള ആൽക്കൈൽ ഗ്രൂപ്പിന്റെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റിയും കൂടും. നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഈ 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും എടുക്കാം. 1 ബ്യൂട്ടീനോട് ഒരു CH2 ഗ്രൂപ്പാണ് ഉള്ളത് അല്ലേ. CH2 CH3 ഇവിടെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത കാർബൺ നോക്കുക, അവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അതേസമയം 2 ബ്യൂട്ടീൻ ആകുമ്പോഴോ 2 CH3 ഗ്രൂപ്പ് ഉണ്ട്. ആ ഓരോ CH3ക്കും 3 ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട്. അപ്പൊ 6 ഹൈഡ്രജൻസ് എന്ത് പറ്റും? ഹൈപ്പർ കോൺജുഗേഷൻ പറ്റും. അപ്പോൾ നമ്മൾ 1 ബ്യൂട്ടീനും 2 ബ്യൂട്ടീനും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് മോർ സ്റ്റേബിൾ? 2 ബ്യൂട്ടീൻ ആണ് 1 ബ്യൂട്ടീനെക്കാട്ടിൽ മോർ സ്റ്റേബിൾ. എന്താണ് റീസൺ? ബിക്കോസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. 6 ഹൈഡ്രജൻ ആറ്റംസ് എന്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഹൈപ്പർ കോൺജുഗേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ടാണ് 2 ബ്യൂട്ടീൻ മോർ സ്റ്റേബിൾ ആയത്. അപ്പൊ നിങ്ങൾക്ക് തരാം 2 3 ആൽക്കീൻസ് തന്നിട്ട് ഏതാണ് മോർ സ്റ്റേബിൾ ആൽക്കീൻ എന്ന് ചോദിക്കാം. അപ്പം നിങ്ങൾ നോക്കേണ്ടത് എത്രത്തോളം ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആകുമെന്നാണ് നോക്കേണ്ടത്. നമ്മളുടെ ഡബിൾ ബോണ്ടിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കണം. അതാണ് നമുക്ക് ഹൈപ്പർ കോൺജുഗേഷൻ തരുന്നത്. ആ ഹൈഡ്രജന്റെ നമ്പർ കൂടുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചേഴ്സ് കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോർ സ്റ്റെബിലിറ്റിയും കിട്ടും. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ് വിത്ത് ഇൻക്രീസസ് ഇൻ നമ്പർ ഓഫ് മീഥൈൽ ഗ്രൂപ്പ്സ് ഓൺ ദി ഡബിൾ ബോണ്ട് ഈസ് അതായത് നമ്മൾ ആദ്യം വെറും ഒരു ഈഥീൻ എടുക്കാം. ഈഥീൻ നമുക്കറിയാം എല്ലാം ഹൈഡ്രജൻ ആണ് അല്ലേ. ഇതിനപ്പോൾ എന്തില്ല? ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ലീസ്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ഒരു ഹൈഡ്രജൻ മാറി അവിടെ CH3 ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ എന്താണ്? 3 ഹൈഡ്രജൻ ആറ്റം ഇവിടെ ഹൈപ്പർ കോൺജുഗേഷൻ കൊടുക്കുന്നുണ്ട്.
ഇവിടെ എന്താണ്, 2 CH3 ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ? 2 CH3 ഗ്രൂപ്പിൽ നിന്നും കൂടെ 6 ഹൈഡ്രജൻ എന്താകുന്നു? നിങ്ങൾ ശ്രദ്ധിക്കുക, സി ഡബിൾ ബോണ്ട് സിയുടെ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത ഹൈഡ്രജൻ അല്ല, തൊട്ടടുത്ത കാർബണിലുള്ള ഹൈഡ്രജന്റെ നമ്പർ ആണ് നോക്കുന്നത്. തൊട്ടടുത്ത കാർബൺ, അതായത് നെക്സ്റ്റ്, അതായത് ആൽഫ പൊസിഷൻ എടുത്ത ആൽഫ കാർബണിലുള്ള ഹൈഡ്രജന്റെ നമ്പേഴ്സ് ആണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ 6 ഹൈഡ്രജൻ ഉണ്ട്. ഇനി 3 മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോഴോ അവിടെ 9 ഹൈഡ്രജൻ ഉണ്ട്. ഇനി 4 മീഥൈൽ ഗ്രൂപ്പ് വരുമ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പം 12 കോൺജുഗേറ്റീവ് സ്ട്രക്ചർ, ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ അവിടെ പോസിബിൾ ആണ്. ഇനി this order is supported by the heat of hydrogenation data of these alkenes. The values of heat of hydrogenation decreases with the increasing stability of alkenes. അപ്പോൾ ചോദിക്കാം, നമ്മളോട് പറയാം എന്താണ്, write the correct order of heat of hydrogenation, values of heat of hydrogenation പറയാം. നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയ ആൽക്കീന് എന്താണ്, സ്റ്റേബിൾ ആയ ആൽക്കീൻസിന് എന്തായിരിക്കും? ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ആയിരിക്കും. ലോ ഹീറ്റ് ഓഫ് ഹൈഡ്രോജൻ ആയിരിക്കും. അപ്പം വാല്യൂസ് ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷൻ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ദി സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസ്. ആൽക്കീൻ സ്റ്റെബിലിറ്റി കൂടുമ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രോജനേഷന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. Also the heat of formation of more substituted alkenes are higher than expected. അതുപോലെ തന്നെ എന്താണ്, ഫോർമേഷൻ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻസ് ഉണ്ടാവാനുള്ള വാല്യൂ എന്തായിരിക്കും? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതലാവും. എന്തുകൊണ്ടാണ്? അവർക്ക് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യാൻ പറ്റും. മോർ സബ്സ്റ്റിറ്റ്യൂട്ട് ആവുമ്പോൾ എന്താവും? മോർ സ്റ്റേബിൾ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവിനെക്കാട്ടിൽ ആക്ച്വൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും ഹീറ്റ് ഓഫ് ഫോർമേഷൻ. ഇനി നമ്മുടെ പറഞ്ഞു എന്താണ്, ഹൈപ്പർ കോൺജുഗേഷൻ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ ആൽക്കീനുമായിട്ട്, അതായത് ഡബിൾ ബോണ്ടുമായ അറ്റാച്ച് ചെയ്ത കാർബണിന്, ഇപ്പൊ സി ഡബിൾ ബോണ്ട് സി, ഈ കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് തരത്തുള്ളൂ? ഹൈപ്പർ കോൺജുഗേഷൻ തരുള്ളൂ. പക്ഷെ ഇവിടെ നോക്കി, ഈ കേസ് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഓൺ ആൽഫ കാർബൺ നോക്കി, ഇതാണ് നമ്മളുടെ സി ഡബിൾ ബോണ്ട് സി, ഇതാണ് ആൽഫ കാർബൺ. ഇവിടെ എവിടെയെങ്കിലും ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. മൂന്നും CH3 ഗ്രൂപ്പാണ് അല്ലേ? അപ്പം ഹൈഡ്രജൻ ആറ്റം ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് എന്താണ്? 0 ഹൈപ്പർ കോൺജുഗേഷൻ ആണ്. ഇവർക്ക് ഹൈപ്പർ കോൺജുഗേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവർക്ക് ഹൈപ്പർ കോൺജുഗേഷൻ നോട്ട് പോസിബിൾ ആണ്. In case of following alkene containing a tertiary butyl group on doubly bonded carbon, the hyperconjugation is not possible. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ്, ഡബിൾ ബോണ്ടുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിന് അറ്റ്ലീസ്റ്റ് 1 ഹൈഡ്രജൻ ആറ്റമെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ? ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആവത്തുള്ളൂ. It is also important to note that the effect of hyperconjugation is stronger than inductive effect. നമ്മൾ പറഞ്ഞു ഹൈപ്പർ കോൺജുഗേഷൻ എന്താണ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റിനെക്കാട്ടിൽ സ്ട്രോങ്ങർ ആണ്. ഇപ്പോൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും കൂടെ വരികയാണെങ്കിൽ ഹൈപ്പർ കോൺജുഗേഷൻ ഇഫക്റ്റ് വരുന്നതായിരിക്കും നമ്മൾ കൂടുതലും നോക്കേണ്ടത്. അതിന് എക്സാമ്പിൾ ആണ്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഓഫ് ഈഥൈൽ ഗ്രൂപ്പ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് മീഥൈൽ ഗ്രൂപ്പ്. നമുക്കറിയാം ഇൻഡക്റ്റീവ് ഇഫക്റ്റ് നോക്കുമ്പോൾ എന്താണ്, ഈഥൈൽ ഗ്രൂപ്പിനാണ് പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ. ഈഥൈൽ ഗ്രൂപ്പിനാണ് എന്താണ്, മീഥൈലിനെക്കാട്ടിൽ പ്ലസ് ഐ ഇഫക്റ്റ് കൂടുതൽ അല്ലേ? Hence, based on the inductive effect, 1-butene is expected to be more stable than propene. അല്ലേ? അപ്പൊ എന്താണ്, 1-butene ആണ് മോർ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കറിയാം എന്താണ് 1-butene, കാരണം CH3 CH2 ലിങ്ക് ആണ്. അപ്പൊ ഇവിടെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതൽ ആർക്കാണ്? 1-butene ആണ്. പക്ഷേ പ്രൊപ്പീൻ ആണ് മോർ സ്റ്റേബിൾ. എന്തുകൊണ്ടാണ്? ഇവിടെ 3 ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് പ്രൊപ്പീൻ ആണ് സ്റ്റേബിൾ. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ. Whereas in 1-butene there are only 2 hydrogen. 1 hydrogen ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ 1-buteneനകത്ത്. അപ്പം ഹൈപ്പർ കോൺജുഗേഷൻ അവിടെ കുറവാണ്. അപ്പം ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും കൂടെ വരുന്ന ഒരു കേസിൽ എന്താണ് നോക്കേണ്ടത്? ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റിനെ ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. രണ്ടും കൂടെ വരുമ്പോൾ എന്താണ് നോക്കേണ്ടത്? ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും അവിടെ ഓവർവേ ചെയ്യുന്നത്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺസ്. നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ചപ്പോഴും പഠിച്ചു സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺസിനെ കുറിച്ച്. ഇനി നമുക്ക് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞ പോർഷനിലും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അന്നേരം നിങ്ങൾക്ക് അത് അധികം പറയേണ്ടി വരില്ല, കാരണം നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടീസ് ഇഫക്ട്സ് പഠിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അത് മോർ സ്റ്റേബിൾ ആയി എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇനി സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റോൺ. ഈഥൈൽ കാർബോകാറ്റോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ മീഥൈൽ കാർബോകാറ്റോൺ. എന്തുകൊണ്ടാണ്? ഇതാണ് മീഥൈൽ കാർബോകാറ്റോൺ അല്ലേ? ഇതാണ് ഈഥൈൽ കാർബോകാറ്റോൺ.
എന്തുകൊണ്ട് മോർ സ്റ്റേബിൾ ആയി? ഇതിന്റെ കേസിൽ നോ ഹൈപ്പർ കോൺജുഗേഷൻ ആണ് അല്ലേ? പക്ഷെ ഈതേലിന്റെ കേസ് വന്നപ്പോഴോ 3 ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആണ്. അതുകൊണ്ടാണ് മീതേലിനെക്കാട്ടിൽ ഈതേൽ മോർ സ്റ്റേബിൾ ആയത്. അപ്പൊ നമ്പർ ഓഫ് ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ കൂടുമ്പോൾ എന്തും കൂടുന്നു? സ്റ്റെബിലിറ്റിയും കൂടുന്നു. ഇതാണ് നമ്മുടെ ഈതേലിന്റെ കേസ് പറഞ്ഞേക്കുന്നതാണ്. അതെന്തുകൊണ്ട് മോർ സ്റ്റേബിൾ ആയി എന്നുള്ളത്. 3 സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ the stability of carbonium-ins, അതായത് കാർബോകാറ്റയോൺസിന്റെ സ്റ്റെബിലിറ്റി increases with increase in number of alkyl groups containing hydrogen. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ആൽഫ കാർബണിന് ഹൈഡ്രജൻ ആറ്റം ഉള്ള എന്താണ് കാർബോകാറ്റയോൺസ് ആയിരിക്കും മോർ സ്റ്റേബിൾ. അവർക്ക് എന്താണ് ഹൈപ്പർ കോൺജുഗേഷൻ, അവർ മോർ സ്റ്റേബിൾ ആവും. ഇനി നമുക്ക് ഐസോവാലന്റ് ഹൈപ്പർ കോൺജുഗേഷൻ ഉണ്ടാവും. അതായത് this type of hyperconjugation can also referred to as isovalent hyperconjugation since there is no decrease in the number of bonds in the no bond resonance forms. അതായത് നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാം കാർബണിന്റെ എന്താണ് നമ്പർ ഓഫ് വാലൻസി ഒന്നും മാറുന്നില്ല. ഈ കേസിൽ എത്രയാണ്? ഇവിടെ 4 ആയിരുന്നു, ഇവിടെ 3 ആണ് അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ എന്തായി? ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 4 ആണ് അല്ലേ? നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ നോക്കുമ്പോൾ നമുക്ക് ഐസോവാലന്റ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് കാണും. അതായത് അതിന്റെ നമ്പർ ഓഫ് ബോൺസ് നോ ബോണ്ട് റെസൊണൻസ് വരുമ്പോൾ, ഇവിടെ എന്ന് വെച്ചാൽ നോ ബോണ്ട് റെസൊണൻസ് അല്ല, ഇവിടെ എന്താണ് ബോണ്ട് റെസൊണൻസ്, ഇവിടെ ബോണ്ടഡ് ഫോം ആയിരുന്നു, ഹൈഡ്രജൻ എല്ലാം ബോണ്ടഡ് ഫോം ആയിരുന്നു. ഇതാണ് നോൺ ബോണ്ടഡ് ഫോം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ എല്ലാം നോ ബോണ്ട് ഇന്ററാക്ഷൻ ഉണ്ട്. ഹൈഡ്രജനും നമ്മളുടെ ആൽക്കീനും തമ്മിൽ എന്തുണ്ട്? നോ ബോണ്ട് ഇന്ററാക്ഷൻ ഉണ്ട്. ഈ നോ ബോണ്ട് ഇന്ററാക്ഷൻ നോക്കുമ്പോൾ എല്ലായിടത്തും എന്താണ് ഒരേ വാലൻസിയാണ് കാർബണിനുള്ളത്. എല്ലായിടത്തും 4 വാലൻസി തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പം ഇത് ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഹൈപ്പർ കോൺജുഗേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് പറയാം? ഐസോവാലന്റ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് വരെ പറയാം. എന്തുകൊണ്ടാണ്? നോ ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി നോ ബോണ്ട് റെസൊണൻസ് ഫോം. നോ ബോണ്ട് റെസൊണൻസ് ഫോമിൽ എന്ത് വരുന്നില്ല? ഡിക്രീസ് ഇൻ നമ്പർ ഓഫ് ബോൺസ് ഉണ്ടാകാത്തത് കാരണമാണ് ഇവരെ ഐസോവാലന്റ് ഹൈപ്പർ കോൺജുഗേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഹൈപ്പർ കോൺജുഗേഷൻ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയ കാർബോകാറ്റോൺ ഏതായിരിക്കും? തീർച്ചയായിട്ടും ടെർഷ്യറി കാർബോകാറ്റോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ. പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, ഏറ്റവും കുറവായിരിക്കും മീഥേലിന്. നമുക്കറിയാം ടെർഷ്യറി ആകുമ്പം 9 ഹൈഡ്രജൻ ഉണ്ടാകും, സെക്കൻഡറി ആകുമ്പോഴോ 6 ഹൈഡ്രജൻ, പ്രൈമറി ആകുമ്പം 3 ഹൈഡ്രജൻ. മീഥേൽ ഗ്രൂപ്പിന് ഹൈഡ്രജൻ ഒന്നും ഹൈപ്പർ കോൺജുഗേഷന് പോസിബിൾ അല്ല. അതുകൊണ്ട് ഇതായിരിക്കും അതിന്റെ ഓർഡർ. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീ റാഡിക്കൽ. Stability of free radicals is influenced by hyperconjugation as in the case of carbonium ions. നമ്മൾ കാർബോകാറ്റോണിൽ എങ്ങനെയാണോ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറഞ്ഞത് അതേപോലെ തന്നെയാണ് എന്ത് ഫ്രീ റാഡിക്കൽസിന്റെ കേസും പറഞ്ഞത്. The sigma electrons of the alpha CH bond can be delocalized into the p orbitals of carbon containing an odd electron. നമ്മളിപ്പം എങ്ങനെയാണോ കാർബോകാറ്റോണിന്റെ കേസ് പറഞ്ഞ് അതിന്റെ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് സ്റ്റെബിലിറ്റി പറയാം ഇതിന്റെ ഫ്രീ റാഡിക്കലിന്റെ കേസിലും. അതായത് ആ ആൽഫ CH ബോണ്ട് എന്ത് ചെയ്യും? ഡീലോക്കലൈസ് ചെയ്തിട്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. ഡ്യൂ ടു ഹൈപ്പർ കോൺജുഗേഷൻ ദി stability of free radicals also follow the same order as the carbon. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഏറ്റവും കുറവാർക്കാണ്? മീഥേലിനാണ്. മീഥേൽ റാഡിക്കലിനാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞ് എന്താണ്? പ്രൈമറി, പിന്നെ സെക്കൻഡറി, പിന്നെ ടെർഷ്യറി. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആർക്കായിരിക്കും? ടെർഷ്യറി ഫ്രീ റാഡിക്കലിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇനി ഡൈപോൾ മൊമെന്റ് ആൻഡ് ബോണ്ട് ലെങ്ത്. ഹൈപ്പർ കോൺജുഗേഷൻ ഡൈപോൾ മൊമെന്റിനെ വളരെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നമുക്കറിയാം പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ പൊളാരിറ്റി കാരണം നമുക്ക് ഡൈപോൾ മൊമെന്റിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്താൻ ഹൈപ്പർ കോൺജുഗേഷൻ സഹായിക്കും. The bond lengths are also altered due to change in the bond order during hyperconjugation. നമ്മൾ പറഞ്ഞു എന്താണ് ഇവിടുന്ന് ഈ CH ബോണ്ട് മാറി ഇതിന്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ആകും അല്ലേ? അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ചേഞ്ച് ചെയ്യുന്നു, ബോണ്ട് ഓർഡർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഇവരുടെ ബോണ്ട് ലെങ്ത്സ് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. സിംഗിൾ ബോണ്ട് മേ ഗെറ്റ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ അല്ലേ? അതായത് പാർഷ്യൽ ബോണ്ട്
സിംഗിൾ ബോണ്ട് എന്താവും, പാർഷ്യൽ ഡബിൾ ബോണ്ട് ആകും, പാർഷ്യൽ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. അപ്പോൾ എന്താണ്, ഒരു ചേഞ്ച് ഇൻ എന്താണ് ബോണ്ട് ഓർഡർ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ബോണ്ട് ലെങ്തും വ്യത്യാസം വരുന്നു. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, പൊളാരിറ്റി വന്നില്ലേ, അതായത് H+ അല്ലെങ്കിൽ മൈനസും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലേ. അപ്പോൾ ഒരു പൊളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡൈപോൾ മൊമെന്റിനെയും ഹൈപ്പർ കോൺജുഗേഷൻ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കേസ് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ ആണ്, നൈട്രോമീഥേൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേറ്റഡ് the observed dipole moment of nitromethane is greater than the calculated value due to hyperconjugation. നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂവിനെക്കാട്ടിൽ നമ്മുടെ എക്സ്പെരിമെന്റലി വാല്യൂ എന്താണ്, നൈട്രോമീഥേന്റെ എന്തായിരിക്കും, ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. അത് എന്തുകൊണ്ടാണ്, ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ ആയതുകൊണ്ടാണ്. അതുപോലെ CN ബോണ്ട് ലെങ്ത് നമ്മൾ എന്താണ് എക്സ്പെരിമെന്റലി കണ്ടുപിടിച്ച CN ബോണ്ട് ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. ശരിക്കും എന്തായിരിക്കും, ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നത് കൊണ്ട് CN ബോണ്ട് ലെങ്ത് എന്താവും, എക്സ്പെരിമെന്റലി കുറവായിരിക്കും. നമ്മളുടെ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂവിനെക്കാട്ടിലും അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനെക്കാട്ടിലുള്ള CN ബോണ്ടിനെക്കാട്ടിലും ലെങ്ത് കുറവായിരിക്കും ശരിക്കും എക്സ്പെരിമെന്റലി കിട്ടുന്ന വാല്യൂ. ഇനി നമുക്ക് അസറ്റോനൈട്രൈലിന്റെയും പ്രൊപ്പൈന്റെയും കേസ് എടുത്ത് നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, CH ബോണ്ടിന്റെ ഇലക്ട്രോൺ പെയറിന്റെ മൈഗ്രേഷൻ ആണ്. ഇവിടെയും ഈ ഹൈഡ്രജൻ മൈഗ്രേറ്റ് ചെയ്യുന്നത് മൂലം CC ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടോ, CC ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതായത് അസറ്റോനൈട്രലിന്റെ CCയുടെ ബോണ്ട് ലെങ്ത് എന്താണ്, CC സിംഗിൾ ബോണ്ട് ആയിരുന്നു, ഇവിടെ CC ഡബിൾ ബോണ്ട് ആവുമ്പോൾ എന്ത് ചെയ്യും, ഷോർട്ടനിങ് ഓഫ് CC ബോണ്ട് ആയിരിക്കും. CN അടുത്തുള്ള CC ബോണ്ട് എന്ത് ചെയ്യും, ഷോർട്ടൻ ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൊപ്പൈന്റെ കേസ് നോക്കിയാലും എങ്ങനെയാണ്, ഇവിടെയും ഈ ഷിഫ്റ്റിംഗ് ഉള്ളത് കൊണ്ട് C ട്രിപ്പിൾ ബോണ്ട് CHന് അടുത്തുള്ള CC ബോണ്ട് സിംഗിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, ഷോർട്ടൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ എന്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്, ഹൈപ്പർ കോൺജുഗേഷൻ മൂലം സംഭവിക്കുന്നതാണ്. ഇനി റിയാക്ടിവിറ്റി ആൻഡ് ഓറിയന്റേഷൻ ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ബെൻസീൻ റിംഗ്. നമുക്ക് ടൊളുവീൻ എടുക്കാം. ടൊളുവീൻ എടുത്ത് മീഥൈൽ ഗ്രൂപ്പ്, അതായത് ടൊളുവീനകത്ത് എന്താണ്, മീഥൈൽ ഗ്രൂപ്പ് ആണ് അവിടുത്തെ സബ്സ്റ്റിറ്റ്യൂവന്റ്. മീഥൈൽ ഗ്രൂപ്പിൽ എത്ര ഉണ്ട്, 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലേ. അപ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഹൈപ്പർ കോൺജുഗേറ്റീവ് ഇഫക്റ്റ് കൊണ്ട് ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും എന്ത് വരും, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലേ. അപ്പം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ലവിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന്റെ അറ്റാച്ച്മെന്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റി കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ഇലക്ട്രോഫൈൽസിന് എവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും, ഓർത്തോ പൊസിഷനിലോ അല്ലെങ്കിൽ എന്താണ് പാരാ പൊസിഷനിലോ നമുക്ക് അറ്റാച്ച്മെന്റ് നടക്കും, അല്ലെങ്കിൽ എന്താണ് അറ്റാക്ക് നടക്കും. അപ്പോൾ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻസ് ഓഫ് മീഥൈൽ ഗ്രൂപ്പിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പം ഈ എന്താണ് ടൊളുവീന്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഈ ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് അതിന്റെ ഫോംസ് പറഞ്ഞ 3 എന്തുണ്ട്, ഹൈപ്പർ കോൺജുഗേറ്റീവ് ഫോം ഉണ്ട്. ഈ ഓരോ ഇത് ഒന്നിന്റെ ഈ ഒരു ഹൈഡ്രജന്റെ എങ്ങനെയാണെന്നാണ് കാണിച്ചേക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ ഓർത്തോയിലും പാരായിലുമാണ് എന്ത് വരുന്നത്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂവന്റ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്, ഓർത്തോ പൊസിഷനിലോ പാരാ പൊസിഷനിലോ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക. നമുക്ക് ആ ഡയഗ്രാം നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ്, ടൊളുവീൻ ഒരു ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഓർത്തോ പാരാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത് എന്ന് മനസ്സിലാകും. ഇനി നമ്മൾ നൈട്രേഷൻ നോക്കിയാലും നമുക്ക് ഇതുപോലെ തന്നെ കാണാം. നൈട്രേഷന്റെ ഇഫക്റ്റ് നോക്കിയാലും നമുക്ക് ഇതേപോലെ തന്നെ എന്താണ്, ഈ ഹൈപ്പർ കോൺജുഗേഷൻ നൈട്രേഷൻ ചെയ്യുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ടൊളുവീനെ നൈട്രേഷൻ ചെയ്യുകയാണെങ്കിലും നമുക്ക് രണ്ട് ഇഫക്റ്റ് ഉണ്ട് അല്ലേ. ഈ ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, 2 ഇഫക്റ്റ് നമുക്കറിയാം, പ്ലസ് ആയി ഇഫക്റ്റും അതുപോലെ തന്നെ എന്തുകൊണ്ട് ഹൈപ്പർ കോൺജുഗേഷനും ഉണ്ട്. ഇതും രണ്ടും 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്, 2 ഗ്രൂപ്പുകളാണ്. ഇതെന്താണ്, ടെർഷ്യറി ഗ്രൂപ്പാണ്, ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ് ഒന്ന് എന്താണ്, മീഥൈൽ ഗ്രൂപ്പാണ്. ആദ്യമേ പറഞ്ഞു ഇൻഡക്റ്റീവ് ഇഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും 2 ഇഫക്റ്റ് കൂടെ വരുമ്പോൾ രണ്ടും 2 ഡയറക്ഷനിലാണെങ്കിൽ ഏതായിരിക്കും മോർ ഇഫക്റ്റീവ്, ഹൈപ്പർ കോൺജുഗേഷൻ ആയിരിക്കും ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പഠിച്ച എന്താണ്, ടെർഷ്യറി ഗ്രൂപ്പാണ് കൂടുതൽ പ്ലസ് ഐ ഇഫക്റ്റ് ഉണ്ടാവുക. അപ്പം ടെർഷ്യറി ഗ്രൂപ്പിനായിരിക്കണം അവിടെ ഇഫക്റ്റ് കൂടുതൽ നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്തും വരുന്നുണ്ട്, ഹൈപ്പർ കോൺജുഗേഷൻ വരുന്നുണ്ട്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഈ കാർബണിന് അടുത്തായിട്ട്, അതായത് ഇതാണ് നമ്മളുടെ
കാർബൺ, അതിൻ്റെ അടുത്തുള്ള കാർബണിന് എന്തില്ല, ഹൈഡ്രജൻ ഒന്നുമില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിന്, ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിന് എന്ത് പറ്റില്ല, ഹൈപ്പർ കോൺജുഗേഷൻ പോസിബിൾ അല്ല. പക്ഷേ മീഥൈൽ ഗ്രൂപ്പിന് എങ്ങനെയാണ്, മീഥൈൽ ഗ്രൂപ്പിന് ഹൈഡ്രജൻ 3 ഹൈഡ്രജൻ ഉണ്ട്, അവർക്ക് ഹൈപ്പർ കോൺജുഗേഷൻ സാധ്യമാകും. അതുകൊണ്ട് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, മീഥൈൽ ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പിനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് മീഥൈൽ ഗ്രൂപ്പിന്റെ ഓർത്തോയിലോ പാരയിലോ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഇവിടെ നമുക്കറിയാം പാരയിൽ എന്തുണ്ട്, ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം പാര സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിൾ അല്ല. അതുകൊണ്ട് ഓർത്തോ പൊസിഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, നമുക്കറിയാം ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്താണ്, ബൾക്കി ഗ്രൂപ്പാണ്. അപ്പൊ സ്റ്റെറിക് ഇഫക്റ്റ് അവിടെ ഉണ്ട്. അപ്പം ഈ ബൾക്കി ഗ്രൂപ്പ് ആയത് കാരണം തന്നെ എന്താണ്, ഈ ഒരു പൊസിഷനിലേക്ക് എന്ത് വരാൻ പറ്റത്തില്ല, NO2+ വരാൻ കഴിയില്ല അല്ലേ. ഒരു NO2 ഗ്രൂപ്പ് എവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഓർത്തോ പൊസിഷനിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതിന് മറ്റൊരു റീസൺ ആണ് എന്ത്, ബൾക്കി ഗ്രൂപ്പാണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ബൾക്കി ആയതുകൊണ്ടും ഇവിടെ നടക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഹൈപ്പർ കോൺജുഗേഷനും പോസിബിൾ അല്ല. ഓക്കെ, ആനോമറിക് എഫക്റ്റ്. അതിന് മുമ്പ് എന്താണ് ആനോമറിക് കാർബൺ? ആനോമറിക് കാർബൺ എന്ന് വെച്ചാൽ കാർബൺ ഡിറൈവ്ഡ് ഫ്രം ദി കാർബണിൽ കോമ്പൗണ്ട്, അതായത് കീറ്റോണോ ആൽഡിഹൈഡിൽ നിന്നോ, ഒരു ഓപ്പൺ ചെയിനിലെ ഒരു കീറ്റോണിൽ നിന്നോ ആൽഡിഹൈഡിൽ നിന്നോ നമുക്കൊരു എന്താണ് സൈക്ലിക് ഫോം ഇതുപോലെ ഉണ്ടാകുന്നതാണ് ആനോമറൈസേഷൻ എന്ന് പറയുന്നത്. ഇതിലെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രിഫറൻസ് എങ്ങനെയായിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. അതായത് ആനോമറിക് സബ്സ്റ്റിറ്റ്യൂന്റ് പ്രിഫർ an axial position called anomeric effect. എപ്പോഴും ആനോമറിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ആക്സിയൽ പൊസിഷനിലാവാനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആൽഫ മീഥൈൽ ഗ്ലൈക്കോസൈഡ് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് ആൽഫ മീഥൈൽ ഗ്ലൈക്കോസൈഡ് is more stable than beta methyl glycoside due to hyperconjugation. ഇവിടെ നോക്കൂ, ഈ ഓക്സിജനിലെ ലോൺ പെയർ ഈ ബോണ്ടിലേക്ക് വന്ന് ഇതിനെ എന്താണ് എലിമിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് ഫോം ചെയ്യുന്നു. ഇതാണ് ആൽഫ മീഥൈൽ ഗ്ലൈക്കോസൈഡിന്റെ റിയാക്ഷൻ ആണ് ഈ പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കേ, ഇവിടെ രണ്ടിന്റെയും എന്താണ് പി ആന്റി പെരിപ്ലേനർ ആയതുകൊണ്ട് ഇവിടുത്തെ എലിമിനേഷൻ പോസിബിൾ ആണ്. ഇവിടെ എലിമിനേഷൻ എന്താണ്, ഈസിയാണ്. പക്ഷെ നമ്മൾ മീഥൈൽ ഗ്ലൈക്കോസൈഡ് നോക്കുമ്പോൾ മീഥോക്സി ഗ്രൂപ്പ് എന്താണ്, ഇക്വറ്റോർ, ഇതെന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ആക്സിയൽ പൊസിഷൻ ആയിരുന്നു. പക്ഷെ മീഥൈൽ ഗ്ലൈക്കോസൈഡ് എന്താണ് ഇക്വറ്റോറിയൽ ആയിട്ടായിരിക്കും എന്ത് നിൽക്കുക, OCH3 നിൽക്കുന്നത്. ആ സമയത്ത് എന്താണ് ഈ പി ഓർബിറ്റൽസ് എന്താവില്ല, ആന്റി പെരിപ്ലേനർ ആവാത്തത് കൊണ്ട് അവിടെ റിമൂവൽ എന്താവും, ഡിഫിക്കൽട്ട് ആവും. അതുകൊണ്ട് തന്നെ ബീറ്റ മീഥൈൽ ഗ്ലൈക്കോസൈഡ് ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ ആൽഫ മീഥൈൽ ഗ്ലൈക്കോസൈഡ്. ആൽഫ മീഥൈൽ ഗ്ലൈക്കോസൈഡ് ആയിരിക്കും മോർ സ്റ്റേബിൾ ആയിട്ട് വരുന്നത്. ഇനി റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ. ആൽഫ ഹാലോ കീറ്റോൺസ് എടുത്തു കഴിഞ്ഞാൽ എന്താ, ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺസ് ഒക്കേഴ്സ് ടുവേർഡ്സ് ഹാലജൻ ഗ്രൂപ്പ്. നമ്മുടെ ഈ ഒരു ഷിഫ്റ്റിംഗ് എന്താണ്, ഡബിൾ ബോണ്ടിൽ നിന്ന് ഹാലജനിലേക്കുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാം. ഇതാണ് റിവേഴ്സ് കോൺജുഗേഷൻ. നമ്മൾ പറഞ്ഞ സാധാരണ CH ബോണ്ടിൽ നിന്ന് C ബോണ്ടിലേക്ക് വരും, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു കോമ്പൗണ്ടിലേക്ക് വരുന്നതാണ് നമ്മൾ ഹൈപ്പർ കോൺജുഗേഷൻ പറഞ്ഞത്. പക്ഷെ റിവേഴ്സിന് എങ്ങനെയാണ്, നമ്മളുടെ ആൽക്കൈനകത്തുള്ള ഡബിൾ ബോണ്ടിൽ നിന്ന് എങ്ങോട്ട് പോകും, ഹാലജനിലേക്കാണ് ഡീലോക്കലൈസേഷൻ നടക്കുന്നത്. ഇതാണ് ആൽഫ ഹാലോ കീറ്റോൺസിന്റെ ഈ എന്താണ് ഡൈപോൾ മൊമെന്റ്സിനൊക്കെ കാരണമാണ്. ഡൈപോൾ മൊമെന്റ്സിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് അതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ റിവേഴ്സ് ഹൈപ്പർ കോൺജുഗേഷൻ വെച്ചാണ്. ഇതിന് ഇത്രയേ ഉള്ളൂ. സാധാരണ എന്താണ് നമ്മുടെ ചെയിനിലേക്കാണ് ഇലക്ട്രോൺസ് വരുന്നതെങ്കിൽ ഇതിന്റെ കേസ് എങ്ങനെ, ചെയിനിൽ നിന്ന് ഹാലജനിലേക്കായിരിക്കും ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹൈപ്പർ കോൺജുഗേഷൻ പഠിക്കാനുള്ളത്. അപ്പൊ ഹൈപ്പർ കോൺജുഗേഷൻ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കൂട്ടുന്നത്, ഇപ്പൊ ഒരു സിസ്റ്റം തന്നാൽ അതിന് ഹൈപ്പർ കോൺജുഗേഷൻ നമ്പർ നോക്കിയിട്ട് എത്രത്തോളം ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി പറയാൻ പറ്റും. കാർബോകാറ്റയോൺ സ്റ്റെബിലിറ്റി ആണെങ്കിലും ഫ്രീ റാഡിക്കൽ സ്റ്റെബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ആരോമാറ്റിക് റിംഗിലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ ഒക്കെ അഫക്ട് ചെയ്യുന്നുണ്ട് ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ച ഈ 4 അതായത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ് ആൻഡ് ഹൈപ്പർ കോൺജുഗേഷൻ നല്ലപോലെ പഠിക്കുക. അതെങ്ങനെ ഓരോ സിറ്റുവേഷനിലും അഫക്റ്റ് ചെയ്യുന്നുവെന്ന് നോക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാത്തിൻ്റെയും ഏതൊരു റിയാക്ഷൻ തന്നാലും അതിന്റെ മെക്കാനിസം ഏത് പാത്വേയിലൂടെയാണ് പോസിബിൾ ആവുന്നത്. എപ്പോഴും എന്താണ് സ്റ്റേബിൾ കാർബോകാറ്റൈൻ അല്ലെങ്കിൽ സ്റ്റേബിൾ
എന്താണ് കാർബ് ആനിയോൺ ഉണ്ടാകുന്ന പാത്വേ ആയിരിക്കും റിയാക്ഷൻ മെക്കാനിസം നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റേബിൾ ആകുന്നത് എന്ന് പറഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ റീസൺ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് മെക്കാനിസം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മെക്കാനിസം പ്രെഡിക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറയാം 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള ആൻസേഴ്സ് ആ 4 കാണും. അപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് ഈ ബേസ് അറിയണം. അപ്പം നല്ലപോലെ തന്നെ ഈ ബേസ് പഠിക്കുക. ഈ ചാപ്റ്റർ ഇത് മാത്രമല്ല, ഇനി വരുന്ന ഇന്റർമീഡിയറ്റ്സ് എന്ന് പറയുന്നത് റിയാക്ഷൻ ഇന്റർമീഡിയറ്റ്സ് എന്ന പോർഷനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോമാറ്റിസിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക, വിശദമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഞാനിത് യൂസ് ചെയ്തേക്കുന്ന റെഫറൻസ് ക്ലേഡനും അതുപോലെ അലുവാലിയയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ട്. പീറ്റർ സ്കൈസിൻ്റെ ഒരു ടെക്സ്റ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ FA കാരിയുടെ ബേസിക് ഓർഗാനിക് കെമിസ്ട്രിയുടെ ടെക്സ്റ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഈ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വായിക്കാൻ പറ്റിയതാണ് നമ്മളുടെ +1 +2 ടെക്സ്റ്റിനകത്ത്. +1 നമ്മുടെ കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, ഇലക്ട്രോമെറിക് ഇഫക്റ്റ് ഒക്കെ +1 പോർഷൻസിലും ഉണ്ട്. അപ്പം അതും നല്ലപോലെ വായിക്കുക, കൂടുതൽ എക്സാമ്പിൾസ് നോക്കുക. NCERT ടെക്സ്റ്റിന്റെ പുറകിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതല്ലാണ്ട് നമ്മുടെ എൻട്രൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് നോക്കിയാലും ABC അല്ലെങ്കിൽ പ്രദീപ് പോലുള്ള ടെക്സ്റ്റുകൾ നോക്കിയാലും ഈ പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വളരെ എളുപ്പം അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് എന്താണ് എന്ന് മനസ്സിലാകത്തുള്ളൂ. അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. പോർഷൻസ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ച് ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് നിങ്ങളൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.